വിവാഹം പള്ളിയിൽ വെച്ച് നടത്താൻ 8 ലക്ഷം രൂപ തരണമെന്ന് ആവശ്യപ്പെടുന്ന പള്ളി വികാരിയുടെ ഓഡിയോ പുറത്ത്. കുന്നത്ത് ഇടവക അംഗത്തിന്റെ മകന്റെ വിവാഹത്തിനാണ് വരന്റെയും വധുവിന്റെയും വീട്ടുകാർ 8 ലക്ഷം രൂപ നൽകണമെന്ന് വികാരി ഫാദർ സെബാസ്റ്റ്യൻ മുക്കിലക്കാട്ട് ഭീഷണിപ്പെടുത്തുന്നത്. നമ്മുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചോദിച്ചില്ല. ഈ കിട്ടുന്ന മർക്കോസിന്റെ മൂത്ത മകന്റെയും ഇളയ മകന്റെയും കൂടെ പേരിൽ 5 ലക്ഷം രൂപ വേണം. അതിനകത്ത് 50,000 രൂപ വീതം കുറച്ചിട്ട് 4 ലക്ഷം രൂപ തന്നാൽ ഭംഗിയായിട്ട് കല്യാണം നടത്തുന്ന പറഞ്ഞത്. 2 കോടി രൂപയുടെ ലോൺ എടുത്ത് തീർന്നു. നിങ്ങൾ വേണം ഈ ലോൺ എടുത്തുകൊള്ളുക. പിന്നെ നിങ്ങൾ ആരും പരാതി കൊണ്ട് പേരുടെ പ്രശ്നമില്ല. ഒരു വാക്ക്. അടുത്ത വാക്ക്, നിങ്ങൾ നിരീശ്വരവാദം സ്വീകരിച്ചാൽ ഇവിടെ പ്രശ്നമില്ല. വരന്റെ വീട്ടുകാർ 5 ലക്ഷവും വധുവിന്റെ വീട്ടുകാർ 3 ലക്ഷവും തരണം എന്നതാണ് വൈദികന്റെ ആവശ്യം. വീട്ടുകാർ 1 ലക്ഷം രൂപ തരുമെന്ന് സമ്മതിക്കുന്നു. എന്നാൽ 8 ലക്ഷത്തിൽ കുറച്ച് സംസാരിക്കേണ്ട എന്നായി വികാരി. വരന്റെ വീട്ടുകാർക്ക് പള്ളിയിൽ 1 ലക്ഷം രൂപയുടെ ചിട്ടിയുണ്ട്. അത് പള്ളി എടുത്തോളാം. ബാക്കി 4 ലക്ഷം രൂപ വരന്റെ വീട്ടുകാർ തന്നാൽ വിവാഹം മാന്യമായി നടത്താം. നിങ്ങൾ എവിടെ പരാതി കൊടുത്താലും വിഷയമില്ല. നിങ്ങൾ നിരീശ്വരവാദം സ്വീകരിച്ചാലും വിഷയമില്ല. വിവാഹം പള്ളിയിൽ നടത്തണോ? ആവശ്യപ്പെട്ട പണം തരണം. പണമില്ലെങ്കിൽ പോയി ലോൺ എടുത്ത് പള്ളിയിൽ തരണം. ഇതിനിടെ വരൻ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോയ വകയിൽ 30 ലക്ഷം രൂപ ലോൺ ഉണ്ടെന്നും അത് അടയ്ക്കാൻ വിഷമിക്കുകയാണ് എന്നും വികാരിയോട് വരന്റെ അമ്മ പറയുന്നു. എന്നാൽ നിങ്ങൾ പള്ളിയിൽ അടയ്ക്കേണ്ട പണം എടുത്ത് ലോൺ അടയ്ക്കേണ്ട എന്നായിരുന്നു വികാരിയച്ഛൻ പറഞ്ഞത്. 35 മിനിറ്റുള്ള ഓഡിയോയുടെ പ്രധാന ഭാഗം കേൾക്കാം. പള്ളി പണിയൊക്കെയല്ലേ ഗീതത്തിൻ്റെ ഒരു പൈസയുടെ ഇത് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല, ഒന്നും സംസാരിച്ചില്ലെന്ന് അച്ഛൻ പറഞ്ഞു. നമ്മുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചോദിച്ചില്ല. ഈ കിട്ടുന്ന മർക്കോസിന്റെ മൂത്ത മകന്റെയും ഇളയ മകന്റെയും കൂടെ പേരിൽ 5 ലക്ഷം രൂപ വേണം. അതിനകത്ത് 50,000 രൂപ വീതം കുറച്ചിട്ട് 4 ലക്ഷം രൂപ തന്നാൽ ഭംഗിയായിട്ട് കല്യാണം നടത്തുന്ന പറഞ്ഞത്. 2 കോടി രൂപയുടെ ലോൺ എടുത്ത് തീർന്നു. നിങ്ങൾ വേണം ഈ ലോൺ എടുത്തുകൊള്ളുക. ഇവിടുന്ന് പറഞ്ഞ മറുപടി ഇനിയുണ്ട്. പിന്നെ നിങ്ങൾ ആരും പരാതി കൊണ്ട് പേരുടെ പ്രശ്നമില്ല. ഒരു വാക്ക്. അടുത്ത വാക്ക്, നിങ്ങൾ നിരീശ്വരവാദം സ്വീകരിച്ചാൽ ഇവിടെ പ്രശ്നമില്ല. ഇത്രയും കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ എന്ത് പറഞ്ഞു എന്നാൽ ചോദിക്കുക. ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ട് ജോലിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിക്ക് മാത്രമേ പഴയ കാലത്തെപ്പറ്റി അറിയില്ലാതുള്ളൂ. നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നമ്മൾ വ്യക്തിപരമായിട്ട് എങ്ങനെയാണ്, പള്ളിയുമായിട്ട് എങ്ങനെയാണ്, സമൂഹത്തിൽ എങ്ങനെയാണെന്ന് ഓരോരുത്തരെ പറ്റി നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരാണ്. വിശദീകരിക്കേണ്ട കാര്യമില്ല. അതുപോലെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു അവർക്ക് 4 ലക്ഷം അടിച്ചിട്ട് അക്കൗണ്ടിലെത്തി പിറ്റേ ദിവസം നിങ്ങളുടെ കാര്യം ഞാൻ പറയാൻ അച്ഛൻ പറഞ്ഞു. അല്ല ഞങ്ങളുടെ അച്ഛൻ നമ്മളോട് പറഞ്ഞില്ല. അവരുടെ പൈസ അക്കൗണ്ടിലെത്തി പിറ്റേ ദിവസം നിങ്ങൾ തരാനാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഞാൻ അച്ഛനോട് ഇത്ര മാത്രമേ ചോദിച്ചുള്ളൂ, അച്ഛൻ ഇവന്റെ അപ്പം പള്ളി പറ്റുന്ന ഇവന്റെ ഫോൾട്ടെന്നാന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ മറുപടി പറഞ്ഞാന്നറിയാമോ? അവയാൾ പള്ളി വന്നാലും വന്നില്ലെങ്കിലും അതെന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല. എനിക്ക് പള്ളി പണിയണം. അച്ഛൻ ഞങ്ങളുടെ രണ്ടുപേരുടെ മറുപടി പറഞ്ഞു. വേറെ ഒന്നും അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ ചോദിച്ചു. പള്ളി വരാത്തയും പള്ളിയായിട്ട് അറിഞ്ഞിരിക്കുന്ന കൃത്യമായ കാര്യങ്ങൾ പാമ്പ്രാനിക്കാവുകയും തട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്, രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അതിന്റെ പ്രൂഫ് എന്റെ കയ്യിലോട്ട് കാണാം. അതിന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. മേലധികാരികളെ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. 2 പേർ അറിയിച്ചതിന് പ്രൂഫ് എന്റെ കയ്യിലുണ്ട്. ഇത് ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങളുടെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. ഒരു വിശ്വാസികൾ, ഒരു ക്രിസ്ത്യാനികൾ നമ്മളിവിടെ ജീവിച്ചു വളർന്നു, മതത്തിനനുസരിച്ചാണ് നമ്മൾ ജീവിച്ചു വളർന്നു കഴിഞ്ഞാൽ നമുക്ക് കല്യാണം, മക്കളുടെ കല്യാണം ഈ പള്ളി വെച്ച് നടത്തിക്കാൻ നമുക്ക് ആഗ്രഹമില്ലേ? നമ്മുടെ അവകാശമല്ലേ അത്? അല്ലേ? പക്ഷെ അതൊക്കെ ഉണ്ട്. നമ്മൾ ഒരു സംഭവം എങ്ങനെ പോകുന്നു. നമ്മള് ഇപ്പൊ പള്ളി പണിയല്ലേ, അവനായാലും പൈസ കൊടുക്കാൻ അവൻ പറഞ്ഞിട്ടില്ല. അവന് രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട്. അവന് 1 ലക്ഷം രൂപ വരും. ഇപ്പൊ 50,000 രൂപ വരും. 50,000 രൂപയിലെ ഫസ്റ്റിലേക്ക് തരാം. അവൻ രേഖാമൂലം 50,000 അവനെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ അറിയിച്ചാണല്ലോ രേഖാമൂലം ഓരോ കുടുംബത്തിന്റെ സാമ്പത്തിക 30 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് അവന് ഓസ്ട്രേലിയയിലായാലും ഞാനായാലും ചാക്കത്തിനായാലും നമ്മുടെ കുടുംബക്കാരും നോക്കിയിട്ട് ബാക്കി പള്ളിക്കാരും നോക്കാൻ പോകുന്നു. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഹോസ്റ്റലിൽ അവർ പറഞ്ഞിട്ടാണ് നമ്മൾ പള്ളിയുടെ കടം കിട്ടാൻ പോകുന്നത്. ആണോ? അല്ലെങ്കിൽ അതുപോലെ അച്ഛൻ പൈസ ലോൺ എടുത്തിട്ട് പള്ളിക്ക് വരാൻ സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ പഠിപ്പിച്ച ലെവലിൽ എത്തിക്കഴിഞ്ഞാലേ നമുക്കൊരു ജീവിതമാകുന്നുള്ളൂ.